കണ്ടന്റ് ചെയ്യാ എനിക്കിപ്പോ എന്ത് ചെയ്യണോണ്ട് ഒരു കുഴപ്പമുള്ളതല്ല. നിങ്ങള് കണ്ണാണാത്ത ആളായിട്ട് അയ്യാടാ റസിയത്ത് നിന്നിട്ട് ചെലച്ചു മടുക്കും. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണേ, ഇങ്ങനെ കണ്ണ് കാണാത്ത ആളായിട്ടും പിന്നെ ഓരോരോ വേഷങ്ങൾ ഇങ്ങനെ അഭിനയിച്ചിട്ടും ഓരോരുത്തരെ ഭർത്താവായിട്ടും ഭാര്യയായിട്ടും ഒക്കെ അഭിനയിച്ചിട്ട് ഇതൊക്കെ സത്യത്തില് നരകം കിട്ടുന്ന ശിക്ഷയല്ലേ? നരകം കിട്ടൂലേ? നിങ്ങള് പ്രദീപ് അല്ല, നിങ്ങള് ഹിന്ദു അല്ലേ? ഞാൻ ഹിന്ദു ഒന്നല്ല, ഞാൻ എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. ഞാൻ ഇന്നൊരു മനുഷ്യനായിട്ട് കണക്കാക്കിയാൽ മതി. റസിയത്ത നിങ്ങള് തലേ തട്ടടാത്ത ചില ആൾക്കാര് വിധിച്ചു തന്നിട്ടുണ്ട്. നരകത്തിലെ എന്റെ മക്കളെ ഫോട്ടം കണ്ട കുട്ടിയെ അമ്മക്കൊന്ന് പഠിപ്പിച്ചു കൊടുത്തൂടെ? അതെ അതെ, ആ തലേ തട്ട നിങ്ങൾക്ക് ഷോർട്ട് ഇല്ലാത്ത സമയത്ത് തലേ തട്ടിട്ടു. തലയില് തട്ടടില്ല. പിന്നെന്താ പറയാ, കൊറേ ഭർത്താക്കന്മാരും അല്ല നന്നായിട്ട് അറിയാം നമ്മളെ കൂടെ ആൾക്കാരാണ്. ആ കൊല വെച്ചിട്ട് ഒരു സംഭവം ചെയ്തോളെ. ഒരു മിനിറ്റ് എനിക്ക്. ഹലോ ഇക്ക, എന്തായാലും ഒരു നമ്പർ മാറി. നമ്പർ ഞങ്ങൾ വിളിക്കട്ടോ, ഷൂട്ടിലാണ് ഞാനേ. അവിടെ ഡിസ്കഷൻ നടന്നുകൊടുക്ക, ഞാൻ വിളിക്ക. ഞാൻ സ്ഥിരമായിട്ട് ഈ ഇക്കക്ക് മാറിക്കോളൂ. ഞാൻ നിങ്ങൾക്ക് പ്രദീപൻ രണ്ടെണ്ണം എന്റെ ഫോണില് കോണ്ടാക്റ്റിലുണ്ട്. നിങ്ങളെ പേര് പ്രദീപൻ അല്ലേ? അയാളുടെ പേര് പ്രദീപ് എന്നാ. പ്രദീപേട്ട പ്രദീപ് എന്നുള്ള അയൽക്കാൻ നമ്പർ ഇപ്പോൾ അധികം. ശരിക്കും മൂപ്പര് ഹിന്ദു ആയതുകൊണ്ട് രക്ഷപ്പെട്ട്. ഞാനാ പറഞ്ഞ ഹിന്ദു അല്ല, മുസ്ലിങ്ങൾ സ്വർഗം ഇല്ല. ഞാൻ നരകത്തിലും സ്വർഗത്തിലും വിശ്വസിക്കുന്നില്ല. ഞാൻ മനുഷ്യനിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. വിശ്വാസമല്ല അത്, മനുഷ്യത്വത്തില്, സഹജീവി സ്നേഹം. എന്റെ അമ്മ പറയണ എന്താന്നറിയോ? എന്റെ അമ്മി വല്യമ്മ ഓലൊക്കെ പറയും, ഇജ്ജ് മമ്മൂട്ടി മോഹൻലാല് ഓലൊക്കെ നരകത്തൊക്കെയുള്ള വെറും കൊള്ളിയാണ്. അല്ല, മമ്മൂക്ക പിന്നെയും തൗബയൊക്കെ ചെയ്ത് അവസാന കാലത്ത് തൗബയൊക്കെ ചെയ്തിട്ട് നരകം ഒഴിവാക്കി കിട്ടും. ലാലേട്ടൻ എന്ത് ചെയ്യും? കുടുങ്ങും. പക്ഷെ വേറെ കാര്യമുണ്ട്, നരകത്തിലാണ് നയൻതാര പിന്നെ അല്ല അതെ, മാത്രല്ല നരകത്തിൽ വേറൊരു കാര്യമുണ്ട്. മദർ തെരേസ നരകത്തിലായിരിക്കും എന്നാ പറയുന്നത്. ഓരോ മതങ്ങളും വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ മദർ തെരേസ ജീവിച്ചിരുന്ന മതം പറയുന്നത് അവരും സ്വർഗത്തിലായിരിക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന മതം പറയുന്നത് പിന്നെ ആ മതത്തിൽപ്പെട്ട ആരും അവരെല്ലാത്തവരൊക്കെ നരകത്തിലാണെന്നാണല്ലോ. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ കുറച്ച് ഉസ്താദന്മാരെ ഒഴികെ ബാക്കി എല്ലാം. നിങ്ങൾ വെറുതെ ഉസ്താദന്മാരെ നെഞ്ഞത്തേക്ക് കയറാൻ നിൽക്കാൻ. ഫേസ്ബുക്കിൽ ഉസ്താദന്മാരെന്ന് നിങ്ങള് റോളിംഗ് ഒന്നും ചെയ്യണില്ലല്ലോ? ക്യാമറ റോളിംഗ് ആണോ? റോളൊന്നും ചെയ്യലട്ടാ. റോളിംഗ് ചെങ്ങായിയെ പറഞ്ഞ കേൾക്കുന്ന നമ്മുടെ നാട്ടില് ഇന്നൊക്കെ ഞാനൊക്കെ ഇപ്പൊ മദ്രസയിലെ 7 വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഉസ്താദുമാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഫേസ്ബുക്കിലെ കുറച്ച് അമ്മാവന്മാരെന്നൊക്കെ പറയില്ലേ, അതുപോലെ കുറച്ച്. അല്ല, മറ്റേ ഇവിടേക്ക് ഹിമാലയത്തേക്ക് ടൂറ് പോയ നരകത്ത് പോവെന്ന് പറഞ്ഞേ. അങ്ങോട്ട് പോയാലും പോവോ? ഈ കണക്കിന് നിന്ന് തുമ്മിയാമ നരകത്തിൽ പോവോ? അതാ ഞാൻ പറയാം. ഇതിപ്പോ എന്താ പറയാ, ഇപ്പൊ അല്ല, പക്ഷെ സുഖം നരകത്തിലാ. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാ ഗായകരും അവിടെ ഉണ്ടാവും നരകത്തില്. നല്ല സംഗീതജ്ഞര്, അതുപോലെ തന്നെ നർത്തകര്, അഭിനേതാക്കള്, എഴുത്തുകാര്. ശരിക്കും അപ്പൊ സ്വർഗത്തിലുള്ള എന്റർടൈൻമെന്റ് എന്താ? പാൽപ്പുഴ, മദ്യപ്പുഴ. ഈ മദ്യൊക്കെ ഇവിടുന്ന് കിട്ടിയ പ്രദീപേട്ട കാണിച്ചു. വേറൊരു കാര്യം, കോമഡി കൂടി ഉണ്ട്. സ്വർഗത്തിലത്തെ മദ്യത്തിനെ ലഹരി ഇല്ല അത്ര, പിന്നെ എന്ത് തേങ്ങയ്ക്കാണ്. അല്ല, ഇതിലേ വലിയൊരു സംഭവം എന്താ പറയാ, ഇപ്പൊ മെയിൻ ആയിട്ട് നിക്കണ 3 മതങ്ങൾ പറയാം: ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങള് മുസ്ലിം അല്ല, നിങ്ങളെ നെഞ്ഞത്ത് പൊങ്കാലിടും. ഇത് കേക്ക്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ മതത്തിൽ പെടാത്ത മറ്റുള്ളവരൊക്കെ നരകത്തിലാണ്, നരകവാസികളാണെന്നാണ്. അതാണ് ഹിന്ദുസും അതന്നെ പറയണ്. അതിൽ വിശ്വസിക്കാത്ത മറ്റുള്ളവരൊക്കെ നരകത്തിൽ പോകുന്നുള്ളതാണ്. അതിൽ വിശ്വസിക്കാത്തത് മാത്രമല്ല അധർമ്മം ചെയ്യുന്നവരും. ക്രിസ്ത്യൻസും അത് തന്നെയാണ് പറയുന്നത്. അവരിൽ പെടാത്ത, അവർ ദൈവത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ നരകത്ത് പോകും. പന്നിയൊക്കെ തിന്നു. ഞാൻ പന്നീനെ തിന്നണ്, തവളനെ തിന്നണ്.
തവളനെ തിന്നാൻ പാടില്ല. ഞാൻ പോർക്ക് തിന്നല്ലേ. ഞാൻ വെറുതെ പറഞ്ഞേട്ടോ. പിന്നെ അതിന്റെ മോനെ ആ കോട്ടയം ഭാഗത്ത് ആ അങ്ങോട്ട് തെക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ നല്ല പോർക്ക് അടിപൊളി കിട്ടും. ഞാൻ പണ്ട് നാടകത്തിനൊക്കെ പോണ സമയത്ത് ഇഷ്ടം പോലെ അച്ചായന്മാരുണ്ടാക്കണം, അടിപൊളിയാ, സൂപ്പർ. ഓലെ കല്യാണത്തിന് കിട്ടും. നമ്മള് എറണാകുളത്തൊക്കെ നിക്കുന്ന നീ സമയത്ത് പോർക്കുന്നില്ല തിന്നുണ്ട്. ഞാൻ പോർക്കുന്നില്ലേ? പന്നികൾ എങ്ങനെ പന്നി അയ്യ അല്ല അല്ല അങ്ങനല്ലല്ലോ. അല്ല മറ്റേ ഞാൻ നിക്കുന്ന സ്ഥലത്തെ ഒരു 5 ഓഡിറ്റോറിയം ഉണ്ട്. അപ്പൊ അതങ്ങോട്ട് കഴിക്കുന്നത് പറയുമ്പോ തന്നെ അത് നമ്മള് ചെറുപ്പത്തിൽ കേട്ടായിരിക്കും താല്പര്യം തോന്നുന്നില്ല. ഭയങ്കര അതെന്താ? പക്ഷെ ഏറ്റവും നല്ല ഇറച്ചിയാണ് പോർക്ക്. അതന്നെ പോർക്കിന്റെ നെയ്യ് കൂട്ടിയ ഗ്ലാമർ കൂടും. ക്രിസ്ത്യൻസിനെ കണ്ടില്ല. അല്ല അപ്പൊ നരകത്തിന്റെ കാര്യം പറയും. ഈ എവിടെ പോവും? ഞാൻ സ്വർഗത്തേക്കാ. എനിക്ക് വയ്യ തീയിൽ കിടക്കാൻ. ഞാൻ ഇതിലൊന്നിലും വിശ്വസിക്കാത്ത ആളാണ്. ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല, ഒരു ദൈവത്തിലും വിശ്വസിക്കും. നിങ്ങളെ കണ്ടാലറിയാം നിങ്ങളൊരു തെണ്ടിയാണ്. അപ്പൊ അപ്പൊ സത്യത്തിൽ എന്നെ നരകത്തിലും കൊടുക്കില്ല, സ്വർഗത്തിലും കൊടുക്കില്ല. ഞാൻ എവിടെ പോകുന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു സ്ഥലം ഉണ്ട് ഇതിന്റെ ഇടയിലുള്ള. അങ്ങനെ ഒരു സ്ഥലം ഇല്ല അങ്ങനെ സ്ഥലത്തേക്ക് വേണ്ട. എനിക്ക് 2 സ്ഥലം വേണ്ട. ഈ 2 സ്ഥലം വേണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പഠിച്ച റബ്ബേ തൗബ ചെയ്തിട്ട് ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യില്ല. ചാവണേന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് തൗബ ഇല്ല. അല്ല നിങ്ങളല്ലേ നയൻതാര തീർച്ചയായിട്ടും. എന്താ സംശയം? അല്ല നയൻതാരനെ വെച്ചിട്ട് ഇവിടെ അടുത്തൊരു പടം അല്ല അതൊന്ന് ആലോചിച്ച് നോക്കിയ സണ്ണി ലിയോണിന്റെ കൂടെ പ്രതിഭയുടെ ഡാൻസ് ഡ്രസ്സൊക്കെ മാറ്റിട്ട് വരുമ്പോ പ്രതിഭട്ടൻ ഞാൻ 2 വെർട്ടിമതാറ് ഞാൻ വിചാരിച്ചു വയാഗ്രന്റെ അതിന്റെ ആവശ്യമില്ല. അല്ല സണ്ണി ലിയോണിന് കൂടെ അതാ അങ്ങനെ പ്രത്യുഷ നല്ല പേരാ. പ്രത്യക്ഷ അല്ല പ്രഭാതം എന്നുള്ള അർത്ഥം ഉണ്ടായിരുന്നു. പ്രഭാതത്തിന്റെ ഇരുട്ടിനെ മറന്നേക്ക് വരുന്നത് പ്രത്യുഷ എന്ന് വിളിക്കാൻ പറ്റാണ് വിളിക്കുന്നത്. ആരെ പേരിട്ടതാരാ? അച്ഛൻ നല്ല വിവരമുള്ള അച്ഛന്റെ കാരണം അച്ഛന് നല്ല സാഹിത്യമാണ്. അല്ല നമ്മള് അതെ മറ്റൊരു ചേട്ടനില്ലേ ലോകത്തെല്ലാ പ്രദീപുമാരും നല്ലവരായിരിക്കും. ഞാൻ നൈസായിട്ട് ഷൂട്ട് ചെയ്യുന്നതിന്റെ ക്യാമറ കേട്ടോ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോ കറണ്ട് പോയല്ലോ. കറണ്ട് പോയി അനീഷ. നമുക്ക് അടുത്ത അറിയോ? അതായത് അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയം പിന്നെ മകൻ ഫോണിലിരുന്നിട്ട് ഒരു സൗണ്ട് തന്നെ കേൾക്കാണ്. മകൻ ഒരു പെണ്ണായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അല്ല ഞാൻ നിങ്ങളെ വളയ്ക്കാൻ വരുന്ന സീനില്ല. അവന്റെ പെണ്ണെ ഒന്ന് പറയട്ടാ അങ്ങനെ വരികയാണ്. അപ്പൊ വരുന്ന സമയത്ത് ഇത് കേട്ട് കുറച്ചേരം ഭ്രാന്തിന് വിളിക്കും. എന്നിട്ട് നേരെ അമ്മയുടെ വരുമ്പോ അമ്മ ഏതോ ഒരു പെണ്ണെ വിളിച്ചിട്ട് എന്റെ മോനെ നോക്കണില്ലേ എന്തൊക്കെ കാണിക്കണത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിക്കട്ടാ. സംഭവം വന്നിട്ട് ജനലുള്ളിൽ കൂടെ തുറന്ന് നോക്കുമ്പോ ഒരു പാവക്കുട്ടിനെ വെച്ചിട്ട് അതിനോടാണ് ഈ വർത്താനം പറഞ്ഞത്. അങ്ങനത്തെ ഒരു കോമഡി കണ്ടത്. പക്ഷെ ഏൽക്കാനും എന്റെ കയ്യിൽ പുറത്തേക്ക് വന്നു. ഭാവങ്ങൾ വാരി വിതറാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ റിയൽ ലൈഫിൽ ഒരു ക്യാമറ വെച്ച് സെറ്റ് ചെയ്യാൻ സംഭവം അത് എന്നാ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യട്ടാണ്. കോസ്റ്റ്യൂം ചേഞ്ച് ആണ് അതിന്. ഇത് ഞാൻ നേരത്തെ ഇട്ടതാ. പ്രതിഭേട്ടൻ കോസ്റ്റ്യൂം ചേഞ്ച് ആണ്. ഞാൻ എന്നാല് ഇതുവരെയുള്ള ഒരു ബർമുടി മറ്റേ പൂക്കൾ ഷർട്ട് ഒക്കെ ഇട്ടാലോ? വീട്ടിലുള്ള ഒരാളാണല്ലോ. ഒരു കോമാളി ലുക്കാണോ? അതിന് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ആവുമെന്ന്
ഒറിജിനൽ ലുക്ക് വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഇട്ടാ അനക്ക് നരകത്ത് പോകണ്ടെങ്കിൽ വേഗം പോ, അനക്ക് മാറല്ലേ നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങൾ അഭിനയം നിർത്തണം. അഭിനയം നിർത്തിയ സ്വർഗത്ത് പോവാ. അതെ, അഭിനയിക്കണവരെല്ലാരും നരകത്തിലാണ് പോവാ കേട്ടോ എന്നാണ് പറയുന്നത് മതവിശ്വാസികൾ. എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു കാര്യമില്ലാത്തോണ്ട് ഓക്കെ. അപ്പൊ ഞാൻ നിർത്തി. അല്ല, ഞാൻ ഒരു മനുഷ്യനായിട്ടാണ് ജനിച്ചത്. ആ മനുഷ്യരായിരുന്നു, അത് അവരുടെ വിശ്വാസല്ലേ. അത് നോക്കിട്ടെന്താ ഞാൻ ജനിച്ചത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോ ഞാൻ ഇങ്ങനെ മതത്തിൽ ജനിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ ഒരു ഹോസ്പിറ്റലിലാണ് എന്നെ പ്രസവിച്ചത്, പൊന്നാനിയില്. അവിടുന്ന് നേഴ്സിന് മാറിപ്പോയിട്ട് വേറൊരു കുട്ടീനെയാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്നെ വേറൊരു മതത്തിൽപ്പെട്ട ആളുടെ അവിടെ അല്ല, അപ്പൊ വേറെ ഏതെങ്കിലും മതാവൂല്ലേ? അതന്നെ, ഇത് ശരിക്കും ഞാനല്ലാന്ന് പറയുന്ന പോലെ ഇത് ശരിക്കും ഈ ഞാനല്ല. ഇല്ല, അതൊക്കെ മണ്ടത്തരാണെന്നുള്ള അറിവുള്ളതുകൊണ്ടാണ്. ഒന്ന് പോവാ പ്രതിഭട്ട, എന്താണേലും ദൈവം എല്ലാം ദൈവം. ഞാൻ സ്വർഗത്തില്ല, എനിക്ക് പോയി, എനിക്ക് നയൻതാരൻ്റെ നയൻതാരന്റെ പീസ് അല്ല സോറി വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവിടെ പക്ഷെ ഞാനത് ആരോടും വിരോധത്തിന് നിൽക്കുന്നില്ല. ഞാൻ അതിലേക്കില്ല, എന്നെ അതിൽ പെടുത്തണ്ട. നിങ്ങൾ എന്ത് വേണമെങ്കിലും ആവ്, തമ്മിൽ തല്ലിയ ചാവ്, എന്ത് വേണേലും വിശ്വസിക്കും. ഒരാള് നോക്കുമ്പോ ഒരു കാഴ്ച ഉണ്ടാവല്ലോ, ഫേസ്ബുക്കിൽ ഒരുപാട് ഒരു മനുഷ്യനാണ് ഞാൻ. അല്ലേ? അതെ, ഞാൻ ഇതിങ്ങനെ പോണ സമയത്ത് ഇവിടെ മെസ്സഞ്ചറിൽ ആർക്കും ഉമ്മ കൊടുത്ത് ഞാൻ ഇങ്ങനെയാണ് നോക്കിയപ്പോ നമ്മൾ അൻസെന്റ്. ആര് ഞാനോ? ആ, പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഒരു അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് പോയിട്ടാണ് പാളി നോക്കി, അപ്പൊ തന്നെ അൻസെന്റ് ഷൂട്ടിന്റെ കാര്യത്തിൽ എന്തിനാണ് ഉമ്മ കൊടുക്കണേ? ഇവിടെ ഷൂട്ടിന് ഞാൻ നോക്കിയപ്പോ ഇതില് ഉമ്മേന്റെ എന്താ പറയാ ഒരു ആറാട്ട്, അപ്പൊ നേരെ അൻസെന്റ് ഒരു അതിപ്പോ അങ്ങനെയാണെങ്കിൽ എന്താ കുഴപ്പം? ഒരു മനുഷ്യന്റേതായ വീക്ക്നെസ്സുകളെല്ലാം കുട്ടി കാണിച്ചോളൂ. ഞാനും അങ്ങനെ തന്നെയാണ്. അതെ, അത്രേ ഉള്ളൂ. ഒരു മനുഷ്യനായതൊക്കെ ഉണ്ടാവും. ഞാൻ നിർത്തട്ടാ, ഞാൻ നിർത്തണം. ഞാൻ ഉമ്മൊന്നും കൊടുക്കല്ലേ. ഞാനോ? നാളെ കാണാൻ പറ്റുമോ? കണ്ട നാളെ കാണാൻ പറ്റും. ഞാൻ രാവിലെ ബീച്ചിൽ അൻസന്റെ നോക്കിയാ കണ്ട, രാവിലെ ബീച്ചിൽ നോക്കി. ഇതെന്താ പിന്നെ രാവിലെ ബീച്ചിൽ വരും. എനിക്ക് എത്ര വയസ്സായി? എന്തിനാ പൊര നിറഞ്ഞ് തുളുമ്പി നിക്ക. പിന്നെ ഇത് പറ, എന്താ ക്വസ്റ്റ്യൻ? ഈ പറഞ്ഞ കണ്ടല്ലോ. ആ, അപ്പൊ ഇത് ഞാനും മാറ്റേ. ഓക്കെ, മോളെ ഞാനൊക്കെ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ.